ഒരുപാട് മുറ്റിയ മുരിങ്ങയ്ക്കയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുരിങ്ങയിൽ നിന്ന് അങ്ങ് മൂത്ത് പോയതാണ്. എനിക്ക് മുരിങ്ങയ്ക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ കുറച്ച് മൂത്തതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുകയാണേ. ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങളും. സക്സസ് ആയാൽ അടിപൊളിയായിരിക്കും. ഇനി ഇത് ബാക്കി പ്രോസസ്സ് കാണിക്കാമേ. കുറച്ച് തോന ഉണ്ടെങ്കിലേ ഇത് ചെയ്യാവുള്ളൂ. 1-2 എണ്ണം എടുത്ത് വെച്ചിട്ടൊന്നും ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. 1-2 എടുത്ത് കളഞ്ഞേക്ക്. ശരി, ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ പൊളിക്കുക. അതിന് ശേഷം ഇതിനകത്തെ സാധനങ്ങൾ ഇങ്ങനെ കണ്ട ഇതുപോലെ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള സംഗതി കൊണ്ട് ഇങ്ങനെ ചെത്തിയിടണം. ഞാൻ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങനെ ആക്കി എടുക്കട്ടെ. നമ്മുടെ മുരിങ്ങയ്ക്കെല്ലാം ഇതാ ഇതുപോലെ അതിൻ്റെ തൊണ്ടെന്ന് എടുത്ത് വെച്ചു. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് കടുകിട്ടു. കടുക് പൊട്ടുന്നില്ല. കടുക് താളിക്കലൊക്കെ സെയിം പ്രൊസീജിയറാണ്. മുളകിട്ടു, കറിവേപ്പില ഇട്ടു. ഒക്കെ എന്താ പൊട്ടാനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് താമസം എടുക്കുന്നു. പിന്നെ അവ അതിന് ചട്ടിയ സ്വന്തമായി പർച്ചേസ് ചെയ്ത് ചട്ടി ഇങ്ങനെ ഒന്ന് കാണിക്കേണ്ട ചട്ടി. എൻ്റെ ചട്ടി കണ്ട് 2 ചെവിയും ഉണ്ട്. 2 ചെവിയുള്ള ചട്ടി, ചെവിയൻ്റെ ചട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സവാള ഫുള്ളായി കഴിഞ്ഞത്, ഒരു 4-5 പച്ചമുളക്. അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചാണ്. 4-5 പച്ചമുളക്. ഞാനിപ്പോൾ 1 മിനിറ്റിലാണ് എല്ലാ വീഡിയോയും ചെയ്യാൻ നോക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടും ആരും കാണുന്നില്ല. പക്ഷേ എങ്കിൽ ഇതെനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. കാരണം ഈ ഒരുപാട് മൂത്ത മുരിങ്ങയ്ക്ക് ആൾക്കാരെടുത്ത് കളയുകയാണല്ലോ ചെയ്യുക. നമ്മൾ അവിയലൊന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ആ പൾപ്പാണെന്ന് വരും. അപ്പോൾ നമ്മളത് അതൊന്ന് വേവിച്ചത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കത്തില്ല. ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. ഇങ്ങനെ വാടട്ടെ. ഇത്രയും നോക്കുമ്പോൾ നമ്മൾ ഇളക്കി വെച്ച് മുരിങ്ങയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുരിങ്ങമരം ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളവരൊക്കെ അല്ലാത്തുള്ളവർക്ക് ഞങ്ങളിത് ചെയ്യാറുണ്ട് എന്ന് ആരെങ്കിലും അറിയാത്തവർക്കും കൂടി ഗുണപ്പെടും. പക്ഷേ അതിനൊക്കെ പനിയാണ്. അതിനയുടെ സൗണ്ട് എൻ്റെ സൗണ്ട് സാധാരണ എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവില്ല. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിക്കാം. മഞ്ഞളും പിന്നെ ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ചതച്ചതാണ്. ഇനി ഇതൊന്ന് ഇളക്കി ചെറിയ തീയിൽ നന്നായി ആവി കയറ്റി ഇതൊന്ന് വെള്ളമൊക്കെ ഇനി ചെയ്ത് വാങ്ങിയെടുക്കണം. എന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ മുറ്റിയ മുരിങ്ങ തോരനെന്നോ അവിയലെന്നോ എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു സംഗതിയാണിത്. ഭക്ഷണത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ഉച്ചയ്ക്ക് ലഞ്ചിന്, കഞ്ഞിയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ. ബൈ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് മുറിക്കൂ. ഓക്കെ, ബൈ ബൈ.